ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിലൊരു ഫിഷ് റോളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ ഫിഷ് റോള് എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്നൊന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ കേരയാണ് ഫിഷ് റോളിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കത് ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് വിനീഗർ ഒന്നും കൂടി നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ആയ മീൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ ഇത് മറിച്ചും തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മീനെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ ഫ്രൈ ചെയ്ത മീൻ ഇതുപോലെ ചെറുതാക്കി ചീന്തിയെടുക്കുക. അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്യാം. പിന്നെ 3 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് റോളിനോട് സ്റ്റഫ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ സെയിം ആ ഓയിലിലേക്ക് തന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സ്റ്റഫിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീനിൽ ഉപ്പ് ചേർത്തേക്കുന്നതാണ്, അതുകൊണ്ട് നേരി ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് ഒരു 4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കണം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതിളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെറുതാക്കി ഫ്രൈ ചെയ്തെടുത്ത മീൻ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ശരിക്കും കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് ആക്കിയെടുക്കാം.
അപ്പോൾ ഇതിവിടെ സ്റ്റഫ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി റോൾ ചെയ്യാനുള്ള ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴയ്ക്കുക, പക്ഷേ അതിൽ ഒരല്പം മൈദയും കൂടി ചേർക്കണം. 2 കപ്പ് ഗോതമ്പ് മാവാണെങ്കിൽ 1 കപ്പ് മൈദ ചേർക്കുക. എന്നിട്ട് സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ട് ഇതേ രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഗ്ലാസ് പേപ്പറിലിട്ട് പരത്തണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരത്താൻ പറ്റും, അതുപോലെ തന്നെ റോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരാൾക്ക് 1 റോൾ തന്നെ മതിയാവും. ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം ഗ്ലാസ് പേപ്പറിലാണെങ്കിൽ നമുക്ക് സുഖമാണ് ഇതുപോലെ റോൾ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ലതുപോലെ തിളച്ചെടുക്കുന്ന ഓയിലിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ചെടുക്കുന്ന ഓയിലിലേക്ക് വേണം ഇത് ഇടാനായിട്ട്. ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് മൊരിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്തും തിരിച്ചിട്ട് കൊടുത്തും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കെടുക്കാം. അടുത്തും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ മറിച്ചും തിരിച്ചിട്ട് ഇതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് റോൾ തയ്യാറായി കഴിഞ്ഞു. ഞാനിവിടെ ഫിഷ് റോളിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് മയോണൈസും സോസുമാണ്, ടൊമാറ്റോ സോസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.